സാമ്പാറിനും പോയ പോലെ ആയിട്ടുണ്ട്. ഉണ്ട് നമ്മുടെ ഓലമീനുണ്ട്, അയില, ചെമ്മീൻ, കൂന്തല്, നത്തല്, മൈത്രി, ചിക്കൻ. ഫ്രണ്ട്സ്, എന്താണ് വിശേഷം? സുഖമില്ല എല്ലാവർക്കും. അപ്പോൾ നമ്മൾ ഒരു സ്ഥലത്ത് വന്നിട്ടുള്ളത് പയ്യന്നൂർ. എവിടെ സ്ഥലം പോയിട്ടാ? കരിവള്ളൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് കുനിയൻ വെള്ളൂർ. വെള്ളൂർ. കരിവള്ളൂർ എത്തിയില്ല. കരിവള്ളൂർ കുറച്ചപ്പുറം അല്ലേ? ഇത് വെള്ളൂർ. അപ്പം വരുന്നൊന്നും വീഡിയോ എടുത്തില്ല, കുറച്ച് തിരക്കിട്ട് വന്നതാണ്. ഒരു വീട്ടിൽ നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാണ്. കർട്ടൻസിൻ്റെയും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടുന്ന് വീഡിയോ എടുത്തിട്ട് പോയി 1:30 മണിയായി. ഫുഡ് കഴിക്കണം. ഓക്കെ, നമ്മൾ നേരെ പയ്യന്നൂരേക്ക് കേട്ടോ, അലങ്കാറിലേക്ക്. നമ്മൾ പയ്യന്നൂരേക്ക് വിശക്കുന്ന. സത്യം പറഞ്ഞാൽ രാവിലെ ഒരു ഗ്ലാസ് ചായയും പിന്നെന്താണ്, പിന്നെ ഒരു പഴമെന്ന് തോന്നി, വേറൊന്നുമില്ല, ഒരു നേന്ത്രപ്പഴം. പക്ഷെ ഫ്രൈതട്ട നല്ലോണം അടിച്ചിട്ടാ പറ്റത്. എന്താ അടിച്ചത് ഫ്രൈതട്ട? കത്തലെന്താ ഉണ്ടായിനി? സത്യം പറഞ്ഞോ? സത്യം. പുട്ടും എന്ന് പറയുന്നത് നമ്മുടെ ക്യാരറ്റ് പുട്ട്. ഫ്ലേവർ ഇത് മുകളിൽ ഇങ്ങനെ ഇട്ടിട്ടല്ലേ? പിന്നെ അകത്തുള്ള ചെടി ഒരു ഇതുണ്ടല്ലേ, പുട്ട് കടാന്നിട്ട് മറ്റല്ലേ കുറേ തരം പുട്ട്. മുത്തശ്ശി തട്ടടാ, അതൊന്നും ഇപ്പോൾ ഇല്ലാന്ന് തോന്നല്ലേ? ഉണ്ടാ അല്ല പോയി തോന്നുന്നു. അത് ഇവിടെ ഫ്രൈതട്ടം ഫുഡെല്ലാം കഴിച്ചിട്ടാ വന്നിനി. ഞാൻ ഒരു ഗ്ലാസ് ചായയും ഇതിലാണ് ഉള്ളത്. അപ്പോൾ ഇപ്പോൾ 1:30 മണി ഇനി വിശക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് അതാണ് വീട് കണ്ടാ. യെസ്. അപ്പോൾ ആ വീട്ടിൽ നമ്മൾ അലങ്കാർ ചെയ്ത വർക്കെല്ലാം വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് നമ്മൾ ഇവിടുന്ന് പോയാണ് നേരെ ഫുഡ്. ഒരു കാര്യമുണ്ട്, നമ്മൾ ഈ വ്ളോഗ് കാണുന്ന ബിസിനസ് ഉള്ളവർക്ക് ഉണ്ടാവുമല്ലോ, അവർക്കാണെങ്കിൽ നമുക്ക് നല്ല റേറ്റിൽ ഒരു ആഡൊക്കെ ചെയ്ത് കൊടുക്കാം. ഒരു പാക്കേജ് സ്റ്റേയിൽ ചെയ്യാം. നമുക്ക് അഷ്റഫിനെ കോൺടാക്ട് ചെയ്യാം. നിങ്ങളുടെ സ്ഥാപനങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, വന്നിട്ട് റീല് ചെയ്ത് തരും. ഓക്കെ, അത് പാക്കേജാണ്. എഡിറ്റിംഗ് അടക്കം അത് ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്ത് കളറൊക്കെ ചെയ്ത് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഇടാൻ പറ്റുന്നത്. റീല് ടൈപ്പ് നമ്മൾ ചെയ്ത് തരും. വ്ളോഗാണ് വ്ളോഗ് ചെയ്യും, റീൽ വേണമെങ്കിൽ റീല് ചെയ്യും. റീലാണ് കൂടുതൽ ഇങ്ങനത്തെ ചെയ്യൽ, ആഡ് ചെയ്യൽ അല്ലേ? അപ്പോൾ നമുക്ക് റീല് ചെയ്യാം. നമ്മളിപ്പോൾ ഈ കമ്പനി അലങ്കാറിന് വേണ്ടിയിട്ട് ഇപ്പോൾ 20ാമത്തെ വീഡിയോ ചെയ്യും. 20ാമത്തെ വീഡിയോ ആണ് നമ്മളിപ്പോൾ അലങ്കാറിന് വേണ്ടിയിട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കോണ്ടാക്ട് ചെയ്യും. ഓക്കെ, കോണ്ടാക്ട് നമ്പർ കൊടുക്കുക, അല്ലെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി. കോണ്ടാക്ട് നമ്പർ കൊടുക്കുക, ഒന്ന് കോണ്ടാക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ ഇനി ഫുഡ് അടിക്കാൻ നമ്മൾ നേരെ മെയിൻ റോഡിലേക്ക് കയറി. മെയിൻ റോഡ്, ഹൈവേ, നാഷണൽ ഹൈവേ. യെസ്. നല്ല വിശപ്പുണ്ട് സത്യം പറഞ്ഞാൽ. ഞാനൊന്നും കഴിച്ചിട്ടില്ല. വന്ന മുതൽ ആ സമയം മുതൽ നമ്മൾ തുടങ്ങി. നമ്മൾ എത്ര മണിക്ക് എത്തിയാൽ? 11 11 മണിക്കാകുമ്പോൾ സ്റ്റാർട്ട് ചെയ്തിനല്ലേ? യെസ്. 11 മണിക്കത്തെ പറഞ്ഞ് നമ്മൾ 10:57 എത്തി. 3 മിനിറ്റ് നേരത്തെ എത്തി. അതാണ് നമ്മൾ. സാധാരണ 3 മണിക്കൂർ വൈകിട്ട്. 3 മണിക്കൂറാണ് പൊതുവേ വൈകല്. പക്ഷെ പ്രോഗ്രാമെല്ലാം കറക്റ്റ് ടൈമിന് എത്തലുണ്ട് അല്ലേ? പ്രോഗ്രാമെല്ലാം നമ്മൾ കറക്റ്റ് ടൈം കമ്മിറ്റിക്കാരെടുത്തിട്ട് എയറിലിടും. അപ്പോൾ നമ്മൾ കറക്റ്റ് പ്രോഗ്രാമെല്ലാം കറക്റ്റ് സ്റ്റേജ് ഷോ എല്ലാം കറക്റ്റ് ടൈമിന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ വായിച്ച് പിടിച്ചിട്ടാകും എത്തും. പിന്നെ പൊതുവേ പ്രോഗ്രാം ആകുമ്പോൾ നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങല്. എന്നെ അറിയാമല്ലോ, ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടാണ്. എന്നാലും ഞാൻ എൻ്റെ മൈൻഡിലുണ്ടായി ഇന്ന സമയത്ത് എത്തിയാൽ ഇത്ര ദൂരം ഓടാന്നുള്ള ഒരു കൺസെപ്റ്റ് ഇതിൽ അങ്ങനെ ഇറങ്ങും. പക്ഷെ ഇടയ്ക്ക് ലേറ്റ് ആവും. പക്ഷേ എന്താ പറയാ, പ്രോഗ്രാമിന് എപ്പോൾ കറക്റ്റ് കർക്കിടക മാസത്തിൽ നല്ല മഴ പെയ്യുന്ന സമയത്ത് നല്ല വെയില്. ഇത് കണ്ട ചൂട്, ഫുൾ ചൂട്. ഇത് ഭയങ്കര ഇതാണ്. ഇത് ഇവിടെ ഫ്രണ്ടിൽ വെക്കണ്ട, ഇത് നമുക്ക് തൽക്കാലം ഇവിടെ വെക്കട്ടെ. അത് ഭയങ്കര ഇതടിക്കുന്നത് കണ്ട. വെയിലുണ്ടെങ്ക എവിടുന്ന ഫുഡ് കഴിക്കുന്നത്? എവിടുന്ന ഫുഡ് കഴിച്ചിട്ട് നമുക്ക് പോയാലോ? ഷോപ്പിൽ നമുക്ക് നേരെ അടുത്തേക്ക് പോകണം അറിയാം, ഷോപ്പിലേക്ക്. നമ്മൾ അലങ്കാർ കർട്ടൻസിൽ പോകണം. അവിടെ നിന്ന് കുറച്ച് പ്രൊഡക്റ്റിൻ്റെ വീഡിയോ ചെയ്യാനുണ്ട്. അപ്പം അത് ചെയ്യാനുണ്ട്. പ്രിയതേട്ടൻ ഇതിന് മുമ്പ് എപ്പോൾ വന്നിനെ? നമ്മൾ രണ്ടാളും ഒരുമിച്ച് ഇപ്പോൾ ഇതിൻ്റെ അലങ്കാറിൻ്റെ വീഡിയോ ചെയ്ത് പടന്നക്കെല്ലാം പോയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. വീഡിയോ വ്ളോഗെല്ലാം ഇട്ടിട്ടുണ്ടായിന്. പടന്നൊക്കെ ഒരാഴ്ച ആയി തോന്നുന്നു അല്ലേ? 10 ദിവസമായി, 5-10 ദിവസമായിട്ടുണ്ടാവും. നമ്മൾ പടന്നൊക്കെ രാമന്തളിയിലും പടന്നക്കെല്ലാം പോയിട്ടുണ്ടായി. അതൊരു ദിവസം ചെയ്തു. പിന്നെ ഇന്നിപ്പോൾ നമ്മൾ ഇറങ്ങി. ഞാൻ ഡെയിലി വരുന്നുണ്ട്. ഞാൻ ഡെയിലി അല്ല, 2 ദിവസം കൂടുമ്പോൾ വന്നിട്ട് ഞാൻ പ്രൊഡക്റ്റിനെല്ലാം വീഡിയോ ചെയ്യുന്നുണ്ട്. പിന്നെ സൈറ്റിൽ അലങ്കാറിൻ്റെ അലങ്കാറിൻ്റെ 1-2 ദിവസം വന്നിട്ട് ഞാൻ ചെയ്യും. ആഴ്ചക്ക് 2-3 ദിവസം ഇവിടെ അലങ്കാർ കർട്ടൻസിൽ വന്ന് ചെയ്യുന്നുണ്ട്. പിന്നെ അവരെ സൈറ്റിൽ പോയിട്ട് കർട്ടനെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടാവില്ലേ, കർട്ടൻസ് അതുപോലെ
UPVC ഫ്രെയിംസ് അല്ലേ, UPVC ഫ്രെയിംസ് എല്ലാം സെറ്റ് ചെയ്തിട്ട് ഉള്ളത്, ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതും ആഫ്റ്റർ ബിഫോറെല്ലാം ചെയ്യുന്നുണ്ട്, അങ്ങനെ അറിയാം. ഓക്കെ, അപ്പോൾ അതെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആങ്കറിങ്ങിന് ഇടയ്ക്കിടയ്ക്ക് പ്രൈത്തേട്ടനുണ്ട്, കൂടെ ഉണ്ട്. തുരങ്കം യെസ്. ഈ തുരങ്കം ഒരാൾ ജീവിതമാർഗ്ഗം ആക്കിയല്ലേ, അവിടുന്ന് കച്ചവടം നടക്കുന്നുണ്ടല്ലേ, ലോട്ടറി. തുരങ്കത്തിന്റെ ഉള്ളിൽ നിന്നാകുമ്പോൾ വെയിൽ കൊള്ളണ്ട, വാടകയും കൊടുക്കണ്ട, വെയിലും കൊള്ളണ്ട അല്ലേ. കുറച്ച് പ്രായമുള്ള ആള് ആണ് ലോട്ടറി വെക്കുന്നുണ്ട്. അങ്ങനെ ഫുഡ് നമുക്ക് നാളെ പോയിട്ട് അവിടുത്തെ ആരോടും ചോദിച്ചിട്ട് കഴിക്കുന്ന ഫ്ലക്സ്. ഓക്കെ, വലിയ നമ്മളങ്ങനെ ഇപ്പോൾ എടുത്തി അറിയാം. നമ്മ വരുമ്പോ പള്ളീൻ്റെ ഇടത്തി എൻ്റെ മോനെ പറങ്കിപ്പള. യെസ്. അപ്പോൾ വരുമ്പോഴേക്ക് എത്തി. നമുക്ക് നേരെ ഷോപ്പിൽ പോയിട്ട് വരുന്നോ ഫുഡ് കഴിക്കുന്നോ? ഇതവിടെ കൊടുത്തിട്ടായിരുന്നു. അല്ല, ആടുന്ന് വീഡിയോ ചെയ്യാനുണ്ട്. നമുക്ക് ഫുഡ് കഴിച്ചിട്ടാണ് പിന്നെ വീഡിയോ ചെയ്യേണ്ടത്. അങ്ങനെ പിന്നെ ഏതായാലും ആ ഭാഗത്ത് കഴിക്കണ്ടുണ്ടോ? ആ ഭാഗത്ത് ഫുഡ് ഉണ്ടോ? നമുക്കൊരു 4 മണിയാകുമ്പോൾ ഫ്രീ ആവാം. ഇപ്പൊ 2 മണിയല്ലേ? അങ്ങനെ നമ്മൾ പയ്യന്നൂർ എത്തിയട്ടാ. ഞാനുണ്ടല്ലോ മൊബൈല് ചാർജൊന്നും ഇട്ടിട്ടിരുന്നേ, ചാർജറിട്ട്. നമ്മൾ അങ്ങനെ ഒരു ഹോട്ടലിലെത്തി. ഫുഡ് കഴിക്കാൻ വേണ്ടിക്ക് വണ്ടി പാർക്കാക്കിട്ട്, നല്ല സ്ഥലമുണ്ട് പാർക്കാക്കാൻ വേണ്ടിക്ക്. അതുവഴി തന്നെ കീനു പോവാട്ടോ നമുക്ക്. അതുവഴി തന്നെ കീനു പോവാം. ബേക്കോട്ടേക്ക് നിർത്തി പോകണ്ട, നമുക്ക് ഇവിടെ വെക്കാം. വണ്ടിയുടെ വെച്ചിട്ട് വണ്ടിയുടെ വെച്ചിട്ട് നമുക്ക് അങ്ങനെ അതുവഴി ഇറങ്ങിയിട്ട് പോവാം. വിശക്കണ എന്താ പേര്? വിശക്കണു, നല്ല പേര്. യെസ്, നാടൻ ഫുഡ് കിട്ടോ നോക്കട്ടെ. നാടൻ ഫുഡ് നോക്കാം കിട്ടോ. എത്തായിരുന്നു ഓട്ടം. നോക്കിയാൽ എന്താ അല്ലേ? നോക്കിയാൽ നമുക്കെന്താ, ക്യാമറ ഉണ്ട് നോക്കിയതാണ്. അങ്ങനെ പറ, ഓനൊരു നല്ലൊരു നോട്ടം നോക്കിയാണ്. യെസ്, ചോറുണ്ടോയെന്ന് അറിയില്ല, ഭാഗ്യമുണ്ടെങ്കിൽ ഉണ്ടാവും. അതില്ല, സമയമായിരുന്നു 2 മണിയാണ്, 2:15. പക്ഷേ ചോറുണ്ടാവില്ല. ഡയാ ഭാഗ്യം ഉണ്ട്. ചോറുണ്ട്. എന്നോട് ചോറുണ്ടാവില്ല മോനെന്ന്. ചോറില്ല, എല്ലാവരും മടക്കിയൊക്കെയാണ്. പക്ഷേ ഇരുന്നാൽ നമ്മളോട് രമ്യപ്പത്തെ സമയം ഇരുന്നിട്ട് ഞാൻ പറയും, നിങ്ങൾ പിന്നെ എന്താ പറഞ്ഞിട്ട് ഇരിക്കുമ്പോൾ എന്നോട് പറഞ്ഞാൽ ഉണ്ട് തരാമെന്ന് പറഞ്ഞു. ചോറുണ്ടാവില്ല മോനോ? അല്ല, തരാമെന്ന് പറഞ്ഞു. നമ്മ വിളിക്കും. നമ്മ ഇരിക്കുമ്പോൾ ഇല്ലയെന്ന് പറഞ്ഞാലും നമുക്ക് തരാമെന്ന് പറഞ്ഞിനി. അതുകൊണ്ട് ഇരുന്നിനി ഇരുന്ന് കഴിഞ്ഞിട്ട് കഴിഞ്ഞാൽ ഇത്ര സമയം ഇരുന്നിട്ട് പിന്നെ ഇല്ലയെന്ന് പറഞ്ഞാലേ ഇല്ലാന്ന് വെറുതെ പറഞ്ഞാന്ന്. ഇല്ലില്ല, പോരാ. ചോറ് വിളമ്പി, അച്ചാറ്, ഇതെന്താ സാധനം? കൂമ്പ. ഇത് അവിയൽ അവിയൽ തന്നെയാണ്. അവിയൽ. യെസ്. സാമ്പാർ. മീൻകറി വേണോ? മീൻകറി വേണ്ടി. മീൻകറി. യെസ്, മീൻകറിൻ്റെ വട്ടെ. മീൻകറി ഇവിടെ മീൻകറി വേണം. നോക്കട്ടെ, മീനില്ല. പോയി അയാൾ മൈൻഡാക്കിയിട്ട് തന്നില്ല, കേട്ടിട്ട് തന്നില്ല അയാൾ. കഴിക്കാം. സാമ്പാറിനും പോയ പോലെ ആയിട്ടുണ്ട്. ഉണ്ട്, സാധനമുണ്ട്. അതിൽ ചോട്ടെ. മോശമില്ല. നിങ്ങളതാ എന്താ പേരെന്താ? അതിൻ്റെ പേരറിയോ? പേരില്ല. പായസം, ചെമ്മീനുണ്ട്, കൂന്തല്, ചിക്കൻ, നല്ല ഓലമീൻ, അയില. ഒരു ചെമ്മീനും ഒരു ഓല. എന്താ വേണ്ട? ഓലമീനുണ്ട്, അയില, ചെമ്മീൻ, കൂന്തല്, നത്തല്, മൈത്രി, ചിക്കൻ. എന്താ വേണ്ടി? കൂന്തല ചെമ്മീൻ. ചെമ്മീൻ പറഞ്ഞു. എൻ്റെ ഫേവറേറ്റ് സാധനം ചെമ്മീൻ.
കഴിക്കട്ടെ കേട്ടോ. മോശമൊന്നുമില്ല കേട്ടോ, മോശമൊന്നുമില്ല. ഓരോ ടേസ്റ്റ് നോക്കട്ടെ. നാരങ്ങാച്ചാറ് ഇവിടെ നോക്കണ്ടല്ലോ. പിന്നെ ഇപ്പോൾ പ്ലേറ്റോടെ വേണം. നല്ല മോശമുള്ള സാധനമാണ്. ടേസ്റ്റ് നോക്കട്ടെ. മധുരം മധുരം. പിന്നെ കാമ്പ എന്തോ കൂമ്പാറ്റം മോശമില്ല. സാമ്പാർ കൂട്ടിയിട്ടൊന്ന് കഴിച്ചോ. മോശമില്ല കേട്ടോ, മോശമില്ല അല്ലേ? ഒരു കല്യാണത്തിന് കഴിക്കുന്നൊരു ചെറിയൊരു ഫീൽ ഉണ്ട്. മോശമില്ല. ചീസാ കഴിക്കട്ടെ കേട്ടോ. പായസം മോനെ പപ്പടം കൊടുക്കേ. പപ്പടം എത്തിയിട്ടില്ല പറയുമ്പോൾ. പപ്പടം കൊടുക്കേ, പായസം കൊടുക്കേ. എനിക്കിങ്ങനെ മസാല പെരുത്ത് ഇഷ്ടം. ചെമ്മീൻ മസാല കൂട്ടിയത്. കഴിക്കട്ടെ. നമ്മളങ്ങനെ ഫുഡും കഴിച്ച് കഴിഞ്ഞ് വന്ന് ഷൂട്ടും കഴിഞ്ഞ് നമ്മൾ ഇവിടുന്ന് പോവുകയാണ്. ഏതാ യെസ് പറ്റണം കുട്ടി. ചൂട് എന്ന് വെച്ചാലുണ്ടല്ലോ. മൂവിങ് ടു പിലാത്തല്ലേ കേട്ടോ. ചൂട് അപ്പോൾ ആ മരം കറന്ന് പോവുകയാണ്. യെസ്. കയറിക്കോ അടുക്ക. സത്യം പറഞ്ഞാൽ ഉറക്കം എഴുന്നിട്ടോ. നല്ല ചായ പിടിക്കണം. പിലാത്തല പോയിട്ട് അമ്മ നല്ല ചായ പിടിക്കും. ഭയങ്കര ഒരു ഇത്. ആളെ പായസം ഉണ്ടായില്ല. ഒരു പക്ഷേ പായസം ഇത്ര പോരേ കുടിച്ചിട്ടുള്ളൂ. ഒരു പക്ഷേ പായസം കുടിച്ചോണ്ടായിരിക്കും ഇത്ര പോരേ കുടിച്ചു. അങ്ങനെ ഉറക്കം എഴുതുന്ന ഈ സമയത്ത് നേരെ പിലാത്തറ. ഗോയിങ് ടു പിലാത്തറയിൽ നമുക്ക് ചായ പിടിക്കാം. നല്ല ചായ. അവര് കിട്ടുമ്പോൾ ഒരാടുന്നു. അവർ കിട്ടോ വിളിച്ചേട്ടോ. അവർ കുഴച്ചതുണ്ടാവും. പിന്നെ ഇന്ന് ഉച്ചക്ക് കഴിച്ചത് നല്ലൊരു കല്യാണ സദ്യ ആയതുകൊണ്ടാണല്ലേ. നമ്മൾ ഇന്ന് അവിടെ പോയി കഴിച്ചാൽ കറക്റ്റ് ഒരു കല്യാണ സദ്യൻ്റെ ഒരു ഫീലാണ്. മോശമില്ല. മൈത്രി. എന്താ ഹോട്ടലിൻ്റെ പേര്? അങ്ങനെ എന്തോ ആണല്ലേ? മൈത്രി. എന്താന്ന് പേര്. മോശമില്ല. അതിനൊക്കെ തിരക്കുണ്ട് കേട്ടോ. അത് ഫുഡ് നല്ലടുത്ത ആളുണ്ടാവും. വീണ്ടും ആൾ വരും. അങ്ങനെ ചായ കുടിക്കട്ടെ. ചായ നമ്മുടെ പിലാത്തറ കിനാര അല്ലേ ഇത്? കിനാര അവിൽ മിക്സ് കഴിച്ചോക്കട്ടെ. വിത്ത് അവിൽ മിക്സ് ഇങ്ങനെ എടുക്കുക. യെസ്. ആ സംഭവം റിപ്പോർട്ടറിൻ്റെ മെസ്സി തുടരും. മെസ്സി തുടർന്നോട്ടെ, പ്രശ്നമൊന്നുമില്ല. ഈ ഇടയ്ക്കിടയ്ക്ക് മെസ്സി പറയും ഞാൻ റിട്ടയർഡ് ആവുന്നു. മെസ്സി അതാ മെസ്സി തുടരും. പറയുമ്പോൾ റിട്ടയർഡ് ആവുമെന്നെല്ലാം പറഞ്ഞല്ലേ. ഞാൻ മതിയാക്കലായി. ഞാൻ മെസ്സി ആരാധകനാണ്. നിങ്ങളല്ലാതാ? നിങ്ങൾ ഏതാന്ന് വെളിപ്പെടുത്തുന്നോ? ബ്രസീൽ അല്ലേ? ബ്രസീൽ കൊടുത്തിനി. ചുമ്മാ പറഞ്ഞേട്ടാ. അവർ മോശമില്ല. ഞാൻ മെസ്സി ആരാധകനാണ്. എത്ര വിഷമമുണ്ടായെന്നറിയാം. ഫൈനൽ കാണുമ്പോൾ അതിൻ്റെ തൊട്ടിപ്പുറം ചെക്കനിരുന്നിനെ. അതിൻ്റെ തൊട്ടിപ്പുറം ചെക്കനുണ്ടായിനെ, ചെറിയ ചെക്കൻ. ഓൻ സ്പെയിനിൻ്റെ ആണ്. എന്തൊരു മടക്കത്ത് അടിച്ചിനോ. ഓനിട്ട് അന്നോക്കിച്ചിരിക്കുന്നത്. ഓനിക്ക് മനസ്സിലായി ഞാൻ അർജൻറ്റീനയാണ്. അർജൻറ്റീനൻ്റെ ആളാന്ന് മനസ്സിലായി. ചെറിയൊക്കെ എന്താണെന്നോ പറയണ്ട. ഏതെങ്കിലും വണ്ടി ബൈക്കാനുണ്ടെങ്കിൽ ഇയാളെ വിളിക്കാം. ഇയാൾ മെക്കാനിക്കാണ്. എന്തിൻ്റെയാണ്? കാറിൻ്റെ ആളാ? അപ്പം കോണ്ടാക്ട് ചെയ്തോ. നമ്പർ കൊടുക്കട്ടോ കേട്ടോ. തിരക്കായിപ്പോൾ പെരിയാട്ടാണ് ഇയാളെ. പിലാത്തറ പെരിയാട്ട്. അപ്പം വിളിച്ചാൽ എത്തും, സ്പോട്ടിലെത്തും. യെസ് സെറ്റ്. എത്ര വരെ പോവും? 8 മണി വരെ.
8 മണി വരെ. എത്ര കിലോമീറ്റർ ആയാലും കണ്ണൂരിൻ്റെ ഉള്ളിൽ? പയങ്ങാടി, പയ്യന്നൂർ പയങ്ങാടി. യെസ്, എല്ലാ കാറിനും ചെയ്തു തരും അല്ലേ? അപ്പോൾ ബൈക്ക് ഞങ്ങൾക്ക് വിളിച്ചോ, നമ്പർ കൊടുക്കാം അല്ലേ? നമ്പർ വാങ്ങിയിട്ട് ഞാൻ ഇതിൽ അടിയിൽ കൊടുക്കാം കേട്ടോ. വിളിച്ചോ. കണ്ടോ ഒരു സംഭവമില്ലേ, ആവശ്യം വരും. രാത്രിയെല്ലാം വണ്ടിയെല്ലാം ബൈക്കാവും, അറിയാലോ. വണ്ടിയെല്ലാം ബൈക്കാവുമ്പോൾ എപ്പോഴും എല്ലാവരും കിട്ടിയെന്നൊന്നും വരില്ല. അപ്പം വിളിച്ചോ. അങ്ങനെ ചായ കുടി കഴിഞ്ഞ് എവിടെ പോരെ ചായ കുടി കഴിഞ്ഞ് നമ്മളടുത്ത് പിടിയെന്ന് ഓക്കെ കേട്ടോ. ഭയങ്കര പൊളിച്ചല്ലേ, ഭയങ്കര ലൈറ്റ് അല്ലേ. ആളിങ്ങനെ വെളുത്തിട്ട് ഇങ്ങനെ വെളുത്തിട്ട് കൊടുത്തിട്ടല്ലോ ഇത് അല്ലേ തന്നെ വെളുത്തിട്ടല്ലേ. ഭയങ്കര കുഴപ്പമില്ല, ഭയങ്കര കുഴപ്പമൊന്നുമില്ല. നോർമൽ. സേ ബൈ പറഞ്ഞേ. ബൈ. നമ്മൾ പോവാട്ടോ. അപ്പോൾ ഇവിടുന്ന് വിടുന്നു, രാത്രി ഓക്കെ.